അപ്പോൾ നമ്മൾ ഫ്രൂട്ട് പ്ലാന്റുകളെ കുറിച്ച് മാത്രം ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ നമ്മളെ വീട്ടിലൊക്കെ സുലഭമായിട്ട് വളരുന്ന എപ്പോഴും ലഭിക്കുന്ന വാഴത്തോട്ടത്തെക്കുറിച്ചും അതിലെ വാഴപ്പഴത്തെക്കുറിച്ചൊന്നും നമ്മൾ മറന്നുപോകും. കാരണം ആ വാഴത്തോട്ടങ്ങളൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. ഇരുട്ടുമുണ്ടിയൊരു സ്ഥലം, അതിലിങ്ങനെ ഇടവിട്ട് ഇങ്ങനെ പഴങ്ങൾ നിൽക്കുന്നതൊക്കെ കാണാൻ നല്ലൊരു കൗതുകമാണ്. പിന്നെ ഈ വാഴയ്ക്ക് വരുന്ന ഈ തണ്ട് ചീച്ചിൽ മാത്രമാണ് അതിൻ്റെ ഒരു വിഷമം. അങ്ങനെ കേടുവന്ന് പോകുന്ന വാഴയെ കാണുമ്പോഴാണ് ഇതിനോടൊക്കെ ഒരു മടുപ്പ് തോന്നുക. അല്ലാത്ത പക്ഷം അതൊക്കെ ഇങ്ങനെ നല്ല രീതിയിൽ വളർന്ന് ഒരു വാഴ നട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് കുറേ കന്നുകളുണ്ടായിട്ട് കുലച്ചും കുല വെട്ടിയും കുല പഴുപ്പിച്ചും കടയിൽ കൊടുത്തൊക്കെ ഇങ്ങനെ കഴിയുമ്പോൾ അതിലറിയാത്ത ചെറിയൊരു വരുമാനങ്ങളാണ്. വീട്ടിനാവശ്യമായിട്ടുള്ള നല്ല വിഷം തീണ്ടാത്ത രീതിയിലുള്ള പഴങ്ങൾ ലഭിക്കും. അപ്പോൾ അതിനെ നമ്മൾ പാഠം മറന്നു പോകരുത് എന്ന് കരുതി നമ്മളൊരു വീഡിയോ ഇട്ടതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞത്, വാഴ കേട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു നഷ്ടമാണ്. ഇതിനിപ്പോൾ കുത്ത് കൊടുത്തിരുന്ന് കയറായിട്ട് വലിച്ചു കെട്ടിയിരുന്ന് എല്ലാം ചെയ്തിട്ടും കാര്യമില്ല. തണ്ടിൽ ചീച്ചിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്തിട്ട് കാര്യമില്ല, വാഴ പാടെ നശിച്ചു പോകും. അപ്പോൾ അത് നശിച്ചിങ്ങനെ പോകുമ്പോൾ വല്ലാത്തൊരു വിഷമമാണ്. അതും വലിയ കൊലയാകുമ്പോൾ. ഇതൊക്കെ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എങ്ങനെയായാലും 700-600 രൂപക്കുള്ള വാഴക്കൊല ഉണ്ട്. പക്ഷെ അതൊക്കെ നശിച്ചു പോകുന്നത് കാണുമ്പോൾ ഒരു വിഷമം. അപ്പോൾ കൂടുതൽ ഈ മസൂരി വാഴക്കാണ് ഈ അസുഖങ്ങൾ ഉണ്ടാകുന്നത്. നമ്മൾ കൊല ഒന്ന് സംരക്ഷിക്കട്ടെ എന്ന് കരുതിയിട്ടാണ് കുത്തു കൊടുത്ത് കയറ് കെട്ടിച്ചും ഒക്കെ ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ തണ്ട് മോശമായി കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല. വാഴ കുലക്കുമ്പോഴൊന്നും ഇതിന് യാതൊരു കംപ്ലൈൻറ്റ് കാണുകയില്ല. എന്നാൽ അത് കുലച്ച് കുറച്ച് കഴിഞ്ഞാലാണ് അതിൻ്റെ രോഗങ്ങളൊക്കെ വന്നിട്ട് തണ്ടൊക്കെ സൂക്ഷിച്ച് വരുന്നു വീഴാൻ തരത്തിലൊക്കെ ആവുന്നത്. അപ്പോൾ വീണ് പോകുക എന്നല്ലാതെ അതാർക്കും വേണ്ടാത്ത രീതിയിൽ അവിടെ കിടക്കും. അതിനിടയ്ക്ക് ഏതെങ്കിലുമൊക്കെ നല്ല രീതിയിൽ കുലച്ച് വന്നാൽ അത് നമ്മൾ വെട്ടി പാകത്തിന് കടയിലൊക്കെ കൊണ്ടു കൊടുക്കും. അപ്പോൾ അതൊക്കെയാണ് അതിൽ നിന്ന് കിട്ടുന്ന സന്തോഷങ്ങളും ലാഭങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ നിങ്ങളൊക്കെ ഒന്ന് പങ്കുവെക്കുക എന്ന് കരുതി ആണ് നമ്മൾ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ കണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യാം. ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.